വർഷം 2012 ജൂൺ. ആ സമയത്ത് ആസിഫ് അലി എന്ന് പറയുന്നത് ഒരു ക്രേസ് ആയിരുന്നു. ആ പോണി ടെയിലും ഹൈ ആംഗിൾ സ്നീക്കേഴ്സും പിന്നെ ആ ഹുഡീസും ഒക്കെയായി യങ്സ്റ്റേഴ്സിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നൊരു സമയം. എന്നാൽ പടം കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിൽ സ്കോർ ചെയ്യുന്നത് മൂപ്പരെയല്ല, മറിച്ചത് ഇന്ദ്രജിത്ത് റഹ്മാൻ കോംബോ ആയിരുന്നു. അവർക്ക് ശേഷം വരുന്നത് കലാഭവൻ മണി വിനായകൻ കോംബോ, പിന്നെ മറുവശത്ത് വരുന്ന ഒരു ലോഡ് വില്ലന്മാരും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആസിഫ് അലിക്ക് വേണ്ടി മാത്രം തിയേറ്ററിൽ കയറിയ എനിക്ക് പടത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ആസിഫ് അലി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. എന്നാൽ അങ്ങനെ ഡിസപ്പോയിന്റ് അടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങുന്നത്. പിന്നെ ഒരു കിഡിലൻ ഫൈറ്റും, ആ ഫിസിക്കും ആ ഔട്ട്ഫിറ്റും ആ ഫൈറ്റും, പിന്നെ അങ്ങോട്ട് 10 മിനിറ്റ് ഒരു പൊളിയായിരുന്നു. ഇനി വരുന്നത് ക്ലൈമാക്സ്. പലർക്കും ആ സിനിമയുടെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ല എന്ന് അക്കാലത്തെ റിവ്യൂ സിസ്റ്റമായ ഫേസ്ബുക്ക് കമന്റുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ച് അതാണ് ക്ലൈമാക്സ്. സാധാരണ സിനിമകളിൽ എത്ര വലിയ ഷൂട്ടൗട്ട് നടന്നാലും നായകന്റെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പോലും പോറലേൽക്കാതിരിക്കുകയും വില്ലന്റെ സംഘം മുഴുവൻ മരിച്ചു വീഴുകയും ചെയ്യുന്ന ആ ക്ലീഷെ പൊളിച്ചെഴുതിയൊരു ക്ലൈമാക്സ്. ആകെ മൊത്തം പറഞ്ഞ ഒരു വൈബ് പടം. അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും.